സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഖത്തറിലെത്തി, തിരിച്ചെത്തി. ഏകദേശം ഇപ്പോൾ ഒരു 6 ദിവസമായി എത്തിയിട്ട്. പക്ഷേ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വന്നപ്പാട് തന്നെ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് എന്താ പറയുക, നാട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ കുട്ടികളും വീടും മക്കളും ഫാമിലിയും എല്ലാവരും, നാടും വീടും എല്ലാവരും. യൂട്യൂബ് ചാനൽ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചതാണ്. പക്ഷേ എങ്കിൽ കുറച്ച് ആൾക്കാരും മെസ്സേജ് അയക്കുന്നു, യൂട്യൂബ് ചാനൽ പിന്നെ വീഡിയോ ഇടുമോ, യൂട്യൂബിൽ വീഡിയോ ഇടുമെന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ ഇടുന്നത്. നിങ്ങളെ നല്ല സപ്പോർട്ട് വേണം. ഇനി ഖത്തറിലുള്ള വീഡിയോസ് എല്ലാം വരും. ഇവിടെ ഇപ്പോൾ ഖത്തറിൽ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഓവർ ചൂടും ഇല്ല, എന്നാൽ തണുപ്പും ഇല്ല. തണുപ്പിന് വരാൻ പോകുന്നുണ്ട് അടുത്ത മാസം. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ പിന്നെ ചെറിയൊരു ചൂടുണ്ട്, ലൈറ്റായിട്ട് ചൂടേ ഉള്ളൂ. വേറെ ഇവിടെ ഖത്തറിൽ എന്ന് വെച്ചാൽ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റിലും ഓഫർ ഇങ്ങനെ നടക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഓഫറിൻ്റെ പെരുമഴയാണ് ഇപ്പോൾ ഖത്തറിൽ. അങ്ങനെ സൈലിയ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് 17. ഈ റോഡ് നേരെ കാണുന്ന സൗദി കേട്ടോ. സൗദിയിലേക്ക് പോയാൽ ഈ റോഡ് നേരെ പോയാൽ സൗദിയിലേക്ക്. ഇതിങ്ങനെ പോയാലേ നമ്മുടെ ഖത്തറിൽ ഉള്ള വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എത്തും. സെൻട്രൽ മാർക്കറ്റിലേക്ക് കുറച്ച് ഓടാനുണ്ട് ദോഹയെന്ന്. എന്താന്നല്ലേ റോഡ് നോക്കിയാ, ഇതൊക്കെ മരുഭൂമിയാ. ഇതൊരു പുതിയൊരു മാർക്കറ്റാണ്. ഇത് സൈലിയയിൽ പോകുന്ന വഴിക്ക്. ഇതാണ് മാർക്കറ്റ്. വലിയ മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ ഉള്ളിലെത്തി. പാർക്കിംഗ്. अच्छा ना? अच्छा है? ये कितना का है? ये वाला ये आपके लिए 12 रियल लगेगा. 12 റിയൽ एक बॉक्स है. 12 रुपया ഇവിടുത്തെ ഒരു ബോക്സിന്. ഇത് ഫ്രഷ് है सऊदी के? सऊदी का 15 रियल लगेगा. 15 റിയാൽ ഇത് അല്ലേ? बोले तुम्हें लॉन्ग बेटा. और अच्छा है, घर पे अच्छा है, सब सही है. നമ്മളെ സുഹൃത്തുക്കളാ. सही है ना? ये शमाम इधर. इसका कितना है? हम किधर मुदीर है, आप मुदीर है. हम किधर मुदीर है. और कैसे बिजनेस कैसे अच्छा है? बेटा ये क्या है? हैं? इसका नाम क्या है? क्या? इसका नाम क्या है? कोसू है. उसका नाम कोसू. अभी कितना वाटरमेलन कितना चलता है? बहुत महंगा है. कितना? 270 280 आता है. 270 1 kg है. अच्छा है. ओके इंशाल्लाह. हाँ ओके. कितना? ഇന്നത്തെ വില ഇത് 25 റിയാൽ അല്ലേ? എവിടുത്തെ ഏത്? ഒരു സുലൈമാനി മധുരം കുറച്ചേ. ആ എന്തെല്ലാം സുഖല്ലേ? हाँ भाई अच्छा आया आया. ഫസിലോ പഴം എത്ര കിലോന്? പഴം നീ പറയുന്ന വില ഞാൻ പറയുന്നതല്ല. അങ്ങനെ നീ ആയിട്ട് നീ നമ്മളെ ചെങ്കാണ്. അതെ അല്ല, നിന്റെ നാട് എവിടെയാന്ന്? എടാ കണ്ണൂർ അല്ലേ? കണ്ണൂർ എവിടെയാന്ന്? പഴയങ്ങാടി അല്ലേ? ചെങ്കോട്ട. ആ ഓക്കെ, ചെങ്കോട്ടയല്ലേ?
എന്താ വെളുത്തുള്ളി അല്ലേ? ചൈനയുടെ വെളുത്തുള്ളി നാട്ടില് 300 റുപ്യ 1 കിലോന് അല്ലേ? വെളുത്തുള്ളിക്ക് ഇവിടെ അത്രയാന്ന് 20 റിയാല്, ഒരു ബാഗിന് 20 റിയാലേ ഉള്ളൂ. ഇതാണ് നമ്മളെ മാർക്കറ്റിന്റെ പുറത്തെ ഒരു ലൊക്കേഷൻ, കാഴ്ചകള്. അങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി നമ്മളെ സുഹൃത്തുക്കളൊക്കെ കണ്ടു, കുറേ ആൾക്കാരെ കണ്ടു. കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കേണ്ട പെർമിഷൻ ഇല്ല, സെക്യൂരിറ്റിക്കാർ കണ്ടാൽ അത് പിന്നെ സീനാവും. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഇനിയിപ്പോൾ ഒരു നാസ്ത കഴിക്കാൻ പോകണം, ചെറുതായിട്ടൊന്ന് നാസ്ത കഴിച്ചിട്ട് വരട്ടെ. പിന്നെ റഷീദിനെ വിളിച്ചിരുന്നു, അവന് കുറച്ച് ദൂരെ ഉള്ളത്, അവൻ വേറെ ഒരു ആവശ്യത്തിനായിട്ട് വക്രയെ പോയിട്ട് ഉക്കേർ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നുള്ളത്. ഏകദേശം 1 മണിക്കൂർ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അവൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് പോകണം. अस्सलाम वालेकुम। कैसे अच्छे? अब किधर है? और अभी इधर डेली नहीं आते? आते इवे നമ്മളെ बांग्लादेश हमारा फ्रेंड ആണ്. ओके हाय कर टिकटॉक नहीं ये यूट्यूब में डालेगा अभी यूट्यूब में. ओके चैनल हाँ. അങ്ങനെ ചായ കുടിക്കാൻ പോക്കാണ്. നമ്മളെ ഒരു സുഹൃത്തുണ്ട് ആസിഫ് തലശ്ശേരി, ചങ്ങാൻ്റെ കടയിലേക്ക് പോകുന്നു. നല്ല ചായയും നല്ല സംഭവങ്ങൾ കിട്ടും. മസാല ദോശ അല്ലേ പറഞ്ഞേ? മസാല ദോശ അല്ലേ പറഞ്ഞേ? അങ്ങനെ മസാല ദോശ എത്തി. അപ്പൊ ഇത് കഴിക്കട്ടെ. എടാ ബന്ധു ഏ ഉണിയും കിതർ കടാ मिस्री है? देखो ना ऊपर. हाँ इंडियन है. इंडिया में बहुत कीमत है बोलते हैं. इंडियन प्याज अलग है. इंडियन प्याज से इतना इंडिया का प्याज ओनियन अच्छा है. अच्छा है. आप कैसे है? सही है. हाँ ഇതാണ് തക്കാളി, ഇവിടുത്തെ തക്കാളി. ഇത് ഇറാൻ കേനാ? ഇറാന്റെ തക്കാളി ഇത്. ഓക്കെ. അങ്ങനെ റഷീദിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറായല്ലോ റഷീദേ. നീ കത്തിയല്ലേ. അങ്ങനെ റഷീദും നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞു ഇവിടെ എത്തി. റഷീദിനെ കാണാൻ വന്നതാണ്. റഷീദേ എന്തെല്ലാം വിശേഷം? സുഖല്ലേ? നിന്റെ ക്രിക്കറ്റ് കളിയൊന്നും നടക്കുവോ ഇനി വെയിലത്ത്? അതെ അതെ, 1 മാസം കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അല്ലേ ഇവിടെ? ഇതാണ് റഷീദിന്റെ റൂം. ഓഹോ സെറ്റപ്പ് റൂമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിച്ചർ ഇതാ. ഇതെല്ലാം മുംബൈ മിച്ചറുകളാണ്. മുംബൈ ഇത് നാട്ടിൽ. ഓ മുംബൈ വഴിയാണല്ലോ ഒന്നിനല്ലേ താങ്കള്? റഷീദിന്റെ ബാറ്റും ബോളെല്ലാം എന്തേ? ബാറ്റും ബോളും കണ്ടിട്ടില്ല. ഇപ്പൊ ക്യാപ്റ്റന്റെ മാറുണ്ട്. ക്യാപ്റ്റന്റെ സ്ഥാനം എല്ലാം അല്ല അല്ലെ. എന്നാ തുടങ്ങുന്നേ? ഈ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച അല്ലേ. പിന്നെ റഷീദാ ഇന്നുവാ, നമ്മൾ ഓരോ പ്രാവശ്യം പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോ വിചാരിക്കൂ പഠിച്ചോനെ ഇപ്രാവശ്യം കൂടി ഖത്തറിലേക്ക് പോയിട്ട് നാട്ടിൽ തന്നെ സെറ്റ് ആവണം അല്ലേ? കൊറേ വർഷം എങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേങ്കില് ഇവിടെ ഇപ്പൊ 10 വർഷത്തിന് മുകളിലായി. 10 വർഷല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. പക്ഷേങ്കില് ഒന്നും നടക്കുന്നില്ല. പിന്നെ വീണ്ടും ഖത്തറിലേക്ക് വന്നു. അതാണ് പ്രവാസികളെ ഒരു. അത് മാത്രല്ല, അത് നമ്മള് വർഷത്തിൽ നടക്കുക. അത് മാത്രല്ല, വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസം ശമ്പളം കിട്ടുമ്പോ ഈ മാസം ശമ്പളം കിട്ടുമ്പോൾ കുറെ പരിപാടിയും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ വിചാരിച്ചാൽ അടുത്ത മാസം ശമ്പളം കിട്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നായിരിക്കും. പക്ഷെ അടുത്ത മാസം ശമ്പളം കിട്ടിയാല് നമുക്ക് തികയായിട്ട് അതിന്റെ പേര് ആരുടെ കടം വാങ്ങിക്കേണ്ടി വരും. നാട്ടിലെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങൾ ഇതെല്ലാം ഓരോ പ്രവാസിന്റെയും മിക്ക പ്രവാസിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഓരോ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ വിചാരിക്കും പിന്നെ ഈ പോക്ക് കൂടി നിന്നിട്ട് അടുത്ത പോക്ക് നാട്ടിൽ തന്നെ നിൽക്കണം. പക്ഷെങ്കിൽ അതൊന്നും നടക്കുന്നില്ല. ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടുണ്ട് അല്ലേ?
റഷീദ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, എല്ലാ പണികളും ചെയ്യും. നമ്മളെടുത്ത റൂം തന്നെയാണ്. ആരോ വന്നിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, റഷീദിന്റെ റൂമിൽ തന്നെ ഉള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ റഷീദ് പറഞ്ഞു, റഷീദ് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റഷീദ് മന്തിയൊക്കെ വരുത്തിച്ചു. ഇതാ മന്തി, ഇതാ ഫുട്ടേജ് ഒരു മന്തി മതി അങ്ങനെ നമ്മള് 2 മന്തി പറഞ്ഞു. ഏതാ ഹോട്ടല്? ഇവിടെ മുറ ഇത്താത്താസ് ഹോട്ടലാ പോലും, എനിക്കറിയില്ല അത്. ദോഹയിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും അറിയാം. ഇതിപ്പോ റഷീദിന്റെ ഏരിയ ഉണ്ട്, മുറ അല്ലേ? മനാസർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, റയ്യ മുനിസിപ്പാലിറ്റി പോലും. അപ്പോ നമ്മള് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എടാ എനിക്ക് കുറച്ച് മതി, എടാ കുറച്ച് മതി, കാരണം അത്രപാട് കഴിക്കൂലേ, കുറച്ച് കഴിക്കും. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് നേരെ ദോഹയിലേക്ക് പോകണം. ഉറക്കല്ല, കുറച്ച് പണിയുണ്ട്. അപ്പൊ നിങ്ങള് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് തരണം, നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലെ. റഷീദിന്റെ ചാനലുണ്ട്, റഷീദിന്റെ ചാനലിന്റെ പേര് റൈഡർ റഷീദ്. റൈഡർ റഷീദ് യാത്രയാണ്. നമുക്ക് പിന്നെ യാത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ചായ പിടിക്കുന്നതും എല്ലാം ഇടുക. എന്റെ കൈ വേദനിക്കുന്നുണ്ട് റഷീദെ. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.